രാഹുൽ വരണമോ എന്നാണ് ചോദ്യം സഭയിൽ. സുജയം, രാഹുൽ നിയമസഭയിലേക്ക് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എനിക്ക് ന്യായങ്ങളുമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അയാൾക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് അനുവദിച്ചത്, അതായത് മത്സരിക്കാനായിട്ടുള്ള അവസരം കൊടുത്തത്. അതിൽ അയാൾ മത്സരിക്കുന്നു. നേരത്തെ ജയിച്ച ഷാഫി പറമ്പലിനേക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ അയാൾ പാലക്കാട് നിന്ന് ജയിക്കുകയും ചെയ്യുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വരും എന്നുള്ള ഭയം കാരണം രാജി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തി എന്നതാണല്ലോ ഒരു നറേറ്റീവ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചാലും ഉപതെരഞ്ഞെടുപ്പ് വരാനുള്ള സാധ്യത ഇല്ല എന്നതാണ് നിലവിലത്തെ സാഹചര്യം. കാരണം ഇപ്പോൾ വാഴൂർ സോമൻ MLA മരിച്ച ഒഴിവിലേക്ക് പോലും ഉപതെരഞ്ഞെടുപ്പിനായിട്ടുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നടക്കുന്ന നീക്കം എന്താണ്? അത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യവ്യാപകമായി നടക്കുകയാണ്. ഇനിയിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനായിട്ടുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ല. പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയായിരുന്നെങ്കിൽ അത് എപ്പോൾ ചെയ്യണം? ആരോപണം ഉയർന്ന ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന വേളയിൽ രാജി ചോദിച്ചു വാങ്ങുകയോ സ്വമേധയാ രാജിവെക്കുകയോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യണമായിരുന്നു. അത് രണ്ടും അന്ന് സംഭവിച്ചില്ല. ഇപ്പോൾ വലിയ ന്യായം പറയുന്ന, ഇപ്പോൾ ആൻഡ്രോ സാറൊക്കെ ഇരുന്ന് പുകഴ്ത്തിയ VD സതീശൻ ഉണ്ടല്ലോ, VD സതീശൻ രാഹുൽ രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ് അന്ന് പറഞ്ഞത്. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിലപാട്. അത് കേരളം കേട്ടതാണ്. കേട്ടതാണ്. MLA സ്ഥാനം MLA VD സതീശൻ ശക്തമായ നിലപാടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആ ശക്തന്റെ ശക്തി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാമല്ലോ അദ്ദേഹത്തിന്. രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. കാരണം അദ്ദേഹം കൂടി കൈപിടിച്ച് കയറ്റിയ നേതാവാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. അങ്ങനെ രാജിവെക്കേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ഭരണപക്ഷത്തുള്ള മുകേഷ് അടക്കമുള്ള പല MLA മാരും രാജിവെക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞൊരു സമീകരണത്തിലേക്ക് പോയ പാർട്ടിയാണ് കോൺഗ്രസ്. ആ ഒരു പാർട്ടിയിലെ MLA ആയ രാഹുലിന് നിയമസഭയിൽ വരുന്നതിനുള്ള എല്ലാ അർഹതയും ഉണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അങ്ങനെ വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളായിരുന്നുവെങ്കിൽ ആ ധാർമ്മികത ആ പെൺകുട്ടികളുടെ ശബ്ദരേഖ വന്ന വേളയിൽ തന്നെ രാജിവെപ്പിച്ചുകൊണ്ടായിരുന്നു കാട്ടേണ്ടത്. ഇത്രയും ദിവസം, അതായത് ഈ സസ്പെൻഷൻ പോലും എത്ര കാലത്തേക്കെന്ന് പറയുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാട്സാപ്പ് ചാറ്റ്, ഗ്രൂപ്പിലിട്ടിരിക്കുന്ന ചാറ്റ്, അതായത് VD സതീശനും KC വേണുഗോപാലിനും സണ്ണി ജോസഫിനും തുടങ്ങി കുറേ സാറുമാർക്ക് അവർക്കൊക്കെ എതിരെ ഈ ഇത് തിരിച്ചുവിടാനായിട്ടുള്ള നീക്കം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ സേവ് ചെയ്യണം, അവർക്കെതിരെ ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഇടുന്ന ഒരു പോസ്റ്റ്, അത് പാർട്ടിയുടെ തന്നെ ഒരു ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതല്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എവിടെ നിന്നാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കോൺഗ്രസ് ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനൊപ്പം തന്നെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന VD സതീശനും കൂട്ടരും രാഹുൽ നിയമസഭയിൽ വരുന്നതിനെ എതിർക്കുന്നത് എന്തിനാണ്? ഇത്രയുടെ ചർച്ചയുടെ ആവശ്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആകെ VD സതീശൻ കൊടുത്തിരിക്കുന്ന കത്ത്, നിയമസഭാ സ്പീക്കർക്ക് കൊടുത്തിരിക്കുന്നത്, പ്രതിപക്ഷ നിരയിൽ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണം, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ AN ഷംസീർ ഇപ്പോൾ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്നുള്ളതും രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നിരയിൽ തന്നെയുള്ള മറ്റൊരു ബ്ലോക്കാണ് രാഹുലിന് കൊടുക്കുന്നത്. അവിടെ സഭയിൽ വരുന്നതിന് തടസ്സമില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിന് എന്തിനാണ് മാധ്യമങ്ങൾ എതിർക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരട്ടെ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട, ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരട്ടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആര് പ്രതിരോധത്തിലാകും എന്നുള്ളതാണ്. ഭരണപക്ഷത്തിനെതിരെ ഉയർത്താൻ കഴിയുന്ന നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ട്. പ്രതിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിനെ തങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു. പിന്നെ അയാളെ എന്ത് പറഞ്ഞാലും, അയാളെ ചൂണ്ടി എന്ത് പറഞ്ഞാലും അത് VD സതീശനും ടീമിനും ബാധകമല്ലല്ലോ. VD സതീശനും ടീമും അതെന്തിനാണ് ഏറ്റെടുക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളാണ് എന്നത് ആർജവത്തോടെ നിയമസഭയിൽ പറയണം. സഭാരേഖയുടെ ഭാഗമാകട്ടെ. സഭയിൽ പറയുന്നത് അത് ചോദ്യോത്തര വേളയിലാണ് ഉയരുന്നതെങ്കിൽ 9:30 വരെ തത്സമയ സംപ്രേഷണമുണ്ട്, അത് കഴിഞ്ഞ് ഡെഫേർഡ് സംപ്രേഷണമുണ്ട്. നമുക്കൊക്കെ അടക്കം മാധ്യമങ്ങൾക്ക് കൊടുക്കാമല്ലോ സഭയിൽ നടക്കുന്നത് എന്താണെന്ന്. കേരളം കാണട്ടെ. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA-ക്കെതിരെ ഉയർന്ന ആരോപണത്തെ എങ്ങനെയാണ് ഭരണപക്ഷം നേരിടുന്നത് എന്നത് കേരളം കാണാൻ കാത്തിരിക്കുകയാണ്. അല്ല എങ്കിൽ ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടി വരും. ആ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നില്ല എന്ന് കേരളത്തിന് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരണം എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. ഇവിടെ MLA അവധി അപേക്ഷ നൽകിയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ നിമിഷം വരെ എന്തായാലും അവധി അപേക്ഷ കൊടുത്തിട്ടില്ല. അപ്പോൾ അവധി എടുക്കുന്നില്ല. പിന്നെ അവധി അപേക്ഷ കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ അൺഓതറൈസ്ഡ് ആബ്സെൻസ് എന്ന് പറയുന്നത്, നേരത്തെ ഡോക്ടർ അരുണൊക്കെ സൂചിപ്പിച്ചതുപോലെ, അതിനും ഒരു സമയപരിധിയുണ്ട്. അതൊന്നുമല്ലെന്നേ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് നാളെ അടൂരിലെ വീട്ടിൽ എല്ലാ കാലവും ഇങ്ങനെ ഏകാന്തവാസം തുടരാനല്ലല്ലോ രാഹുൽ. ഞാൻ മനസ്സിലാക്കുന്നത് ലെസ്-40 ആണ് അദ്ദേഹത്തിന്റെ ഏജ് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഷ്ട്രീയ വനവാസത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയം വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നില്ല.
കാരണം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ തുടരാനും ഇനിയും മറ്റു പല പദവികളിലേക്കും എത്താനും ഒക്കെയുള്ള പൊട്ടൻഷ്യൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ചും ഈ ധാർമ്മികതയുടെ പ്രശ്നം കോൺഗ്രസിന് ഇല്ലാത്തിടത്തോളം കാലം രാഹുലിന് തുടരുന്നതിന് അതിന് വലിയ തടസ്സങ്ങളുമില്ല. കാരണം രാഹുലിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ചെയ്ത തെറ്റിനെ തള്ളി പറയുന്നതിനോടൊപ്പം തന്നെ തെറ്റിനെ തള്ളി പറയാത്തിടത്തോളം നിൽക്കുന്ന ചില ആളുകളും കൂടി ഉണ്ടല്ലോ. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന സോക്കോൾഡ് എ ഗ്രൂപ്പ് എന്നാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിച്ച് കാണുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളൊക്കെ രാഹുലിനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ ചെയ്ത തെറ്റിനെ അവർ എൻഡോഴ്സ് ചെയ്യുന്നത് കൊണ്ടാണോ? അതോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ ടീംമേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണോ എന്നതുകൂടി കേരളത്തിന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണമെന്നേ. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തു? അതൊരു ചോദ്യം വരുമ്പോൾ പ്രതിപക്ഷ നേതാവിന് വിശദീകരിച്ചാൽ അവിടെ കഴിഞ്ഞല്ലോ, അതിൽ ക്ലാരിറ്റി ആയല്ലോ. അല്ലെങ്കിൽ എന്തുകൊണ്ട്, ഈ രണ്ട് ചോദ്യമല്ലേ വരികയുള്ളൂ, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, പ്രത്യേകം ബ്ലോക്കാക്കി ഇരുത്തുന്നതിന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളല്ല എന്ന് സ്പീക്കറെ അറിയിച്ചു? ഈ രണ്ട് ചോദ്യത്തിനും VD സതീശൻ കൃത്യമായ മറുപടി സഭയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി ആയല്ലോ. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണല്ലോ. അപ്പോൾ പുറത്തു പറയുന്ന പല അഭിപ്രായങ്ങളെക്കാൾ സഭയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു മുന്നണി എന്ന നിലയിൽ UDF ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാൻ എനിക്ക് എന്തായാലും ആ രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തണം. നിയമസഭയിൽ എത്തി ഈ ചോദ്യങ്ങളെ ഫേസ് ചെയ്യണം. അല്ലാത്ത പക്ഷം രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോകണമെന്നേ. ഈ എൻറ്റയർ UDF സംവിധാനം എന്ന് പറയുന്നത് പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോകണം. ഇതിനൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ധൈര്യം വേണമെന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ ധൈര്യം ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഒളിച്ചു നടക്കും? ഇങ്ങനെ ഒളിച്ചു നടക്കുകയല്ല വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരണം. അന്തസ്സായി. ഇപ്പോൾ നേരത്തെ ആന്റോ സാർ പറഞ്ഞതുപോലെ രാജിവെക്കാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ സ്പീക്കറുടെ അടുത്ത് രാജിക്കത്ത് കൃത്യമായി കൊടുത്ത് രാജിവെച്ച് പോകണം. എന്തായാലും ഉപതെരഞ്ഞെടുപ്പൊന്നും വരാൻ പോകുന്നില്ല. അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് BJP അധികാരത്തിൽ വരും എന്നുള്ള ഒരു പേടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. അല്ലെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ഇടപെടലുകൾ അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിയമസഭയിലേക്ക് വരാതെ വീട്ടിൽ അടച്ചിരിക്കണം. അങ്ങനെ വീട്ടിൽ അടച്ചിരുന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ കുടത്തിൽ ഒളിപ്പിക്കുക എന്ന് പറയും, കുടത്തിൽ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. എല്ലാ കാലവും അടൂരിലെ വീട്ടിൽ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആളുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ്, സമാനമായ തെറ്റ് ചെയ്യുന്ന ആളുകൾ വേറെയും ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പലരും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരും ഭയക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയക്കുന്ന ആളുകൾ അതേ പാർട്ടിയിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ ഭയക്കണം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലല്ല ഭയന്ന് മാറി നിൽക്കേണ്ടത്. രാഹുൽ മാത്രമാണ് തെറ്റുകാരൻ, ഞങ്ങളെല്ലാവരും നല്ലവർ എന്നായിരുന്നു അവരുടെ ഒരു പൊതു രീതിയും പൊതുബോധ്യവുമെങ്കിൽ, അങ്ങനെ അതായത് തലയിൽ ഇരിക്കുമ്പോഴത്തേക്കും മറ്റു സ്ഥലങ്ങളിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ ആ പഴഞ്ചൊല്ല് എന്തായാലും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ കോഴിക്കള്ളൻ ആരാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം എന്തായാലും എത്തിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരും, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാതിരുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരും എന്നല്ല. ഈ പ്രശ്നം കൂടുതൽ വഷളാകാൻ പോവുകയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാണെന്നേ. നിങ്ങൾ നിയമസഭയിൽ വരുത്താതെ മാറ്റി നിർത്തിയത് കൊണ്ട് 2 സെഷനേ ഉള്ളൂ, വരണ്ട. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇതാണ് പ്രധാന പോസ്റ്റർ. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പ്രധാന വിഷയം. അത് BJPയും ഉപയോഗിക്കും, CPIM ഉപയോഗിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഇങ്ങനെ പെൻഡിംഗ് ആയിട്ട് എത്ര കാലം വേണമെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമല്ലോ. മൊഴിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി വരാനും സാധിക്കുമല്ലോ. അപ്പോൾ നിയമസഭയിൽ വന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. ആ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അതിന് VD സതീശനും ടീമിനും ധൈര്യമുണ്ടോ എന്നതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമുണ്ടോ എന്നതാണ് ഞാൻ ഉറ്റുനോക്കുന്നത്. എൻ്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലെ ധൈര്യം, ആ ധൈര്യം ഇതിൽ കൂടി കാണിക്കണം. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമൊക്കെ ഹീറോയിക്കായിട്ടാണ് അവസാനിപ്പിച്ചത്. സമയം നോക്കൂ, 1.5 ഞാൻ ഇതാ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാളെ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വരൂ. വന്നിട്ട് ഞാൻ ഇതാ രാജിവെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കൂ. അല്ലെങ്കിൽ എൻ്റെ സീറ്റ് ഇതാണ്, ഞാൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ പുറത്തായതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് തിരിച്ച് ഭരണപക്ഷ നിരയെ നോക്കി ചോദിക്കണം. അങ്ങനെ രാഷ്ട്രീയത്തിൽ തുടരുകയും ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. Meet the editors.